ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC GK ബയോളജിയിലെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മെയിനായിട്ട് നോക്കുന്നത്. PYQ സെക്ഷനാണ്. ഇതിനു മുമ്പുള്ള GK വീഡിയോസിനെ പോലെ അത്യാവശ്യം നല്ല രീതിക്ക് തിയറി പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതും ഫോളോ ചെയ്യുന്നു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് SSC JE 2018 ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ചേംബർ ആർ ദെയർ ഇൻ ഹ്യൂമൻ ഹേർട്ട്? ആൻസർ 4 വരുന്നത്. ഓക്കെ, ഇത് എന്തൊക്കെയാന്ന് ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഹേർട്ടിനെ ഒന്ന് പരിചയപ്പെടാം. ഹേർട്ടിൽ ഇതാ ഈ മൊത്തം 4 ചേംബറാണ് ഉള്ളത്. മുകളിൽ കാണുന്ന ചേംബറുകൾ 4 ചേംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4. മുകളിൽ 2 ചെറുത്, താഴെ 2 വലുതെന്ന നിലയുള്ള 4. മുകളിലത്തെ ചേംബറിനെ നമ്മൾ ഏട്രിയം എന്നും താഴത്തെ ചേംബറിനെ വെൻട്രിക്കിൾ എന്നുമാണ് പറയുന്നത്. മൊത്തം അങ്ങനെ 2 ഏട്രിയവും 2 വെൻട്രിക്കിളും കൂടി ചേർന്നിട്ട് 4 ചേംബറാണുള്ളത്. ദെൻ ഇതിന് വേറെ ബാക്കിയും കൂടി പേരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇത് എൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡാണ്, ഇത് എൻ്റെ റൈറ്റ് സൈഡാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെ റൈറ്റ് ഏട്രിയം എന്നും റൈറ്റ് വെൻട്രിക്കിൾ എന്നും പറയും. അതുപോലെ തന്നെ റൈറ്റ് ഏട്രിയം എന്നും റൈറ്റ് വെൻട്രിക്കിളും. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇത് ലെഫ്റ്റ് ഏട്രിയം എന്നും ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഞാൻ രണ്ടും ഏട്രിയം എന്ന് എഴുതി. ഓക്കെ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്ന സൈഡിൽ ആ പോർഷൻ ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും, റൈറ്റ് ഹാൻഡ് ഇരിക്കുന്ന സൈഡിൽ റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് വരുന്ന, ഇത് റൈറ്റ്. ഓക്കെ, അത് ഓർത്താൽ മതി. ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞു റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇനിയും 4 ചേംബറുകൾ ഉള്ളതുപോലെ തന്നെ 4 എന്തുമുണ്ട്? ഹൃദയത്തിന് 4 വാൽവുകളുമുണ്ട്. 4 വാൽവുകൾ പറയുന്നതിന് മുമ്പ് വേറെ 2-3 സാധനം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് സപ്പോസ് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ഹാർവി ആണെന്ന് പറയണം. ഓക്കെ, ഇത് നമ്മൾ ബ്ലഡ് പഠിച്ചപ്പോൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന മെംബ്രെയിൻ ഏതാന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? പെരിക്കാർഡിയൽ മെംബ്രെയിൻ. ഹൃദയത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ചേംബർ ഏതാണ്? പെരിക്കാർഡിയൽ മെംബ്രെയിൻ. ഏകദേശം 300 ഗ്രാമോളമാണ് ഹൃദയത്തിന്റെ വെയിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ 4 ചേംബറുടെ കേസ് പറഞ്ഞു. ഇനിയിപ്പം 4 വാൽവുകളാണുള്ളത്. 4 വാൽവുകൾ. അപ്പോൾ 4 വാൽവുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ജിഫാണ്. ആ ജിഫ് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, അതിനകത്ത് ഫ്ലോ ആകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു വാൽവാണ്, ഇതൊരു വാൽവാണ്, ഇതൊരു വാൽവാണ്, ഇതൊരു വാൽവാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ ഈ വാൽവ് നോക്കാം. റൈറ്റ് ഏട്രിക്കിളിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവിനെ ട്രൈ കസ്പിഡ് വാൽവ് എന്ന് പറയും. എന്ത് പറയും? ട്രൈ കസ്പിഡ് വാൽവ്. ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ അടുത്ത പഠിക്കുന്ന ബൈകസ്പിഡ് വാൽവാണ്. ഇത് ട്രൈ കസ്പിഡ് വാൽവാണ്. ഇതിനകത്താണ് ആറുള്ളത്. സോ റൈറ്റ് ഏട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ലെഫ്റ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന എന്താണ്? ബൈകസ്പിഡ് വാൽവ്. അതിന് വേറൊരു പേര് കൂടിയുണ്ട്. അത് പഠിക്കാനായിട്ട് ഞാൻ പറയുന്ന പോലെ ഓർത്ത് വെച്ചേക്കുക. LMV ഓട്ടോ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓട്ടോ. നമ്മൾ ലൈസൻസിലൊക്കെ കാണുന്നതെന്ന് വിചാരിക്കുക. LMV ഓട്ടോ എന്ന് പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയത്തിനെയും
ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന വാൽവാണ് മിത്രൽ വാൽവ്. ഓക്കെ, ഈ ബൈക്കസ്പിഡ് വാൽവിന്റെ വേറെ എന്താ പേര് ഉള്ള മിത്രൽ വാൽവ് എന്ന് പറയും, മിട്രൽ വാൽവ്. ഓക്കെ, ഇനി എന്തിനാണ് ഞാൻ ഇവിടെ ഓട്ടോ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ഈ ഒരു രക്തക്കുഴലാണ് അയോട്ട. എന്താണ് അയോട്ട? ആ അയോട്ടയും ഈ പറയുന്ന വെൻട്രിക്കിളും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഓട്ടോ. ഓട്ടോ എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കണം? അയോട്ട ഓർക്കണം, അയോട്ട. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു വാൽവ് കാണാൻ പറ്റും. ഇവിടെ ഒരു വാൽവ്, ഇത് പൾമണറി വെയിൻ ആണ്. ഇതെന്താണ്? ഒരു പൾമണറി വെയിൻ ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിളും അതുപോലെ തന്നെ പൾമണറി വെയിനിനെയും കണക്ട് ചെയ്യുന്ന വാൽവിന്റെ പേരാണ്, അതൊരു സെമി ലൂണാർ വാൽവാണ്. സെമി ലൂണാർ വാൽവാണ്. ഓക്കെ, അതെന്താണ്? ഒരു സെമി ലൂണാർ വാൽവാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരെണ്ണമുണ്ട്, ഈ വെൻട്രിക്കിളിനെയും അയോട്ടേനെ കണക്ട് ചെയ്യുന്ന, അതും സെമി ലൂണാർ വാൽവാണ്. ഇതിനെ അയോട്ടിക് വാൽവ് എന്ന് പറയും. ഇതിനെന്തെന്ന് പറയും? അയോട്ടിക് വാൽവ് എന്ന് പറയും. ഇതിനെന്തെന്ന് പറയും? അയോട്ടിക് വാൽവ്. ഇതിന് പൾമണറി വാൽവ് എന്ന് പറയും. ഇതിനെന്തെന്ന് പറയും? പൾമണറി വാൽവ്. ഓക്കെ, ഈ വൈറ്റ് കളർ പൾമണറി വാൽവ്, ഇതെന്താണ്? അയോട്ടിക് വാൽവ്. ഇതാണ് 4 വാൽവുകൾ വരുന്നത്. ഇനി ഹൃദയത്തിന്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ശുദ്ധരക്തമായിരിക്കും. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരും, അപ്പോൾ മനസ്സിലാവും. ഹൃദയത്തിന്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും? ശുദ്ധരക്തമായിരിക്കും. അത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ കേരളത്തിൽ ഇടതുമുന്നണി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ആണ്, അല്ലേ? ലെഫ്റ്റ് ഇടതുമുന്നണി, അവർ ചുവപ്പാണ്, ചുവപ്പ് കൊടിയാണ്. അപ്പോൾ എന്താണ്? ശുദ്ധരക്തമാണ്, ശുദ്ധരക്തമാണ്, ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ എന്താണ്? ഇവിടെ വരുന്നത് റൈറ്റ് ആണ്. റൈറ്റ് ആയതുകൊണ്ട് ഇവിടെ എന്താണ്? അശുദ്ധ രക്തമാണ്. ഇതെല്ലാം ഇനി ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് നിങ്ങൾക്ക് എടുത്തു തന്നിട്ട് ക്വസ്റ്റ്യൻ ഞാൻ പറയും, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു ഫിഗറിൽ നിന്ന് ബേസിക് ആയിട്ട് എന്താ പഠിക്കാനുള്ള? ഇതാണ് പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അടുത്ത് ഈ ഒരു ഫിഗർ നോക്കുക, കണ്ടിട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഹൃദയത്തിലോട്ട് അശുദ്ധ രക്തം വരും. സത്യം പറഞ്ഞാൽ ഹൃദയം ഒരു പമ്പ് സെറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് പമ്പിന്റെ ഫംഗ്ഷൻ എന്താ? ഇപ്പം മോട്ടർ ഇടുമ്പോൾ വെള്ളം അടിക്കുക, വെള്ളം സപ്ലൈ ചെയ്യുക. അത് തന്നെയാണ് ഹൃദയം ചെയ്യുന്നത്. ബ്ലഡിന്റെ സപ്ലൈ ആണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഹൃദയം ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതാണ് വേറൊരെണ്ണമാണ്, വെയിൻ ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്. നിങ്ങൾ വെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും വി അല്ലേ? വി വി അപ്പോൾ വൃത്തികെട്ട എന്ന് ഓർക്കണം. എന്തെന്ന് ഓർക്കണം? വൃത്തികെട്ട എന്ന് ഓർക്കണം. വൃത്തികെട്ട എന്ന് ഓർത്തു കഴിഞ്ഞാൽ അശുദ്ധ രക്തം. എന്താണ്? അശുദ്ധ രക്തം. ഓക്കെ, അശുദ്ധ രക്തം. ഓക്കെ, വൃത്തികെട്ട എന്ന് പറയുമ്പോൾ എന്താണ്? അശുദ്ധ രക്തം. അശുദ്ധ രക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം, അല്ലെങ്കിൽ ഇംപ്യുവർ ബ്ലഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം അല്ലെങ്കിൽ ഇംപ്യുവർ ബ്ലഡ്. അപ്പോൾ ഇംപ്യുവർ ബ്ലഡ് എപ്പോഴും വഹിക്കുന്ന ആരായിരിക്കും? വെയിൻ ആയിരിക്കും, വൃത്തികെട്ട വെയിൻ ആയിരിക്കും. ഓക്കെ, ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇനി പ്രൂവ് ചെയ്യണമല്ലോ. ഇവിടെ നോക്കിക്കോ, ആ, ഹൃദയത്തിലോട്ട്, അതായത് ഇത് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിള്. ഹൃദയത്തിലോട്ട് അശുദ്ധ രക്തം വഹിച്ചുകൊണ്ട് വരുന്നത് ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും കൂടി ചേർന്നിട്ടാണ്. ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അതെവിടെ വരും? റൈറ്റ് ഏട്രിയത്തിൽ വരും. ഓക്കെ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം വഹിക്കുന്ന ആരാണ്? വെയിനാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിനിലൂടെ അശുദ്ധ രക്തം വരുന്നു. അതുപോലെ തന്നെ കിഡ്നിയിൽ നിന്ന് റീനൽ വെയിനിലൂടെ അശുദ്ധ രക്തം വരുന്നു. എല്ലായിടത്തും വെയിനാണ് അശുദ്ധ രക്തം കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് ഇംപ്യൂർ ബ്ലഡ് അതെവിടെ വരുന്നു? റൈറ്റ് ഏട്രിയത്തിൽ വരുന്നു. അതിനുശേഷം ഇത് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് എത്തുന്നു. ആ പ്രോസസ്സൊക്കെ നമ്മൾ പഠിക്കും, സിസ്റ്റലി ഡയസ്റ്റലി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കും. അത് പിന്നീട് ലങ്സിലെത്തും. ലങ്സിലെത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് ശുദ്ധീകരിക്കും. ഹോമൊക്കെ ചെയ്ത് ശുദ്ധീകരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ,
ശുദ്ധീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡ് പിന്നെ പ്യുവർ ബ്ലഡ് ആയിട്ട് മാറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറുകയാണ്. ഇത് പിന്നീട് പൾമണറി വെയിനിലൂടെ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു വെയിനാണ് പൾമണറി വെയിൻ. അതിലൂടെ ഏട്രിയത്തിലെത്തുന്നു. ഏട്രിയത്തിലെത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും വെൻട്രിക്കിളിലെത്തുന്നു. പിന്നീട് ഈ വഴി അയോർട്ടേക്ക വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പമ്പ് ചെയ്യുന്നു ആർട്ടറീസ് മുഖേന. ഏറ്റവും വലിയ ആർട്ടറിയാണ് അയോർട്ട. ഓക്കെ, ഇതാണ് അവിടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യം. ഇത്രയും അറിഞ്ഞിരുന്ന പല ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കവർ ചെയ്ത് പോകാൻ പറ്റും. ഇനി ഈ കൂട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് സിസ്റ്റളി ഡയസ്റ്റോളി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ആവും സിസ്റ്റളി എന്താണ് പറയുന്നത്, സിസ്റ്റോളി അല്ലേന്ന്. രണ്ട് സെയിം ആണ്. ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ സിസ്റ്റളി ആണ്. ഓക്കെ, സിസ്റ്റളി എന്ന് പറയുമ്പോഴത്തേക്കും ഹൃദയത്തിന്റെ എല്ലാ വാൽവുകളും ക്ലോസ് ആയിരിക്കുന്ന സമയം, അതേസമയം റൈറ്റ് വെൻട്രിക്കിളിലും ലെഫ്റ്റ് വെൻട്രിക്കിളിലും രക്തം ഉള്ള സമയം. ഈ ഒരു സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം വെൻട്രിക്കിൾ കോൺട്രാക്ഷൻ നടക്കും. വെൻട്രിക്കിളിൻ്റെ അവിടുത്തെ മസിൽസ് കോൺട്രാക്ഷൻ നടക്കും. മസിൽസ് കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ പ്രഷർ കൂടും. എന്ത് പറ്റും? പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ അതിനകത്തുള്ള ബ്ലഡ് എങ്ങനെയെങ്കിലും പുറത്ത് ചാടാനായിട്ട് നോക്കും. ചാടാൻ നോക്കും. ആദ്യമേ ഇവരെന്ത് ചെയ്യും? ബൈക്കസ്പിഡിലൂടെയും ട്രൈക്കസ്പിഡിലൂടെയും പുറത്തോട്ട് ചാടാൻ നോക്കും. എന്നാൽ ബൈക്കസ്പിഡും ട്രൈക്കസ്പിഡും ഇതിന് സമ്മതിക്കൂല. ജപ തിരിച്ചു പൊക്കോളാൻ പറയും. ഓക്കെ, അപ്പോൾ ആക്ച്വലി അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലഡ് തിരിച്ച് പമ്പ് ചെയ്യാതിരിക്കാൻ എന്ന രീതിയിലാണ് ഈ പറയുന്ന ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സെമി ലൂണാർ വാൽവിൽ പ്രഷർ വരും. അങ്ങനെ ഇത് പുറത്തോട്ട് പമ്പ് ചെയ്യും. ഈ പ്രോസസ്സാണ് സിസ്റ്റളി എന്ന് പറയുന്നത്. ഇനി ഡയസ്റ്റളി എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ തിരിച്ചെന്ന് പറയുമ്പോൾ ഹൃദയം വെൻട്രിക്കിൾ റിലാക്സേഷൻ്റെ ടൈമാണ്. അതായത് വെൻട്രിക്കിൾ റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ ആർട്ടറിയിൽ നിന്ന് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് രക്തം പമ്പാവും. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബ്ലഡ് പ്രഷർ ഈസ് കറക്റ്റ്? SSC CHSL 2021. ഓക്കെ, ഞാൻ സിസ്റ്റളിയും ഡയസ്റ്റോളിയും പറഞ്ഞു, പക്ഷെ അതിന്റെ പ്രഷർ പറഞ്ഞില്ല. ആ പ്രഷർ വരുന്നത് സിസ്റ്റളിയും ഡയസ്റ്റോളിയാണ്, എസും ഡിയും ആണ്. ഇതിൽ എസ് അല്ലേ വലിയ ലെറ്റർ. സോ 120 ഇത് 120 മില്ലിമീറ്റർ മർക്കുറി ആണ് അതിൻ്റെ എന്ത് വരുന്നത്, പ്രഷറായിട്ട് വരുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയത്. വിച്ച് ചേംബർ ഓഫ് ഹ്യൂമൻ ഹാർട്ട് റിസീവ് അബുണ്ടന്റ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സ്? 2019 SSC MTS. ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിനിലൂടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. നമ്മൾ ഓൾറെഡി ഫിഗർ കണ്ടു. Which of the following carries blood away from the heart to different part of body? ഓക്കെ, ബ്ലഡ് ഹേർട്ടിൽ നിന്നും ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകുന്നത്. ഓക്കെ, ഏതിലൂടെയാണ്? ആർട്ടറികളിലൂടെയാണ്. SSC CHSL ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് RBC ഓഫ് ഹ്യൂമൻ ബ്ലഡ് വിൽ SSC MTS 2017. ഓക്കെ, ഹൈറ്റ് കൂടുന്തോറും എന്ത് പറ്റും? ചായയുടെ മധുരം കൂടും എന്ന് പറയരുത്, പ്രഷർ കുറയും. എന്ത് പറ്റും? പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോഴത്തേക്കും എന്ത് പറ്റും? പ്രഷർ കുറയുമ്പോഴത്തേക്കും നമ്മൾ ഈ മുകളിലോട്ടൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന മൂക്കിൽ കൂടിയൊക്കെ ചോര വരുന്ന കണ്ടിട്ടില്ല? അതുപോലെ തന്നെ നമുക്ക് സഫോക്കേഷൻ ഉണ്ടാവും, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് അപ്പം നമുക്ക് കുറച്ചുകൂടി ഓക്സിജൻ സപ്ലൈ അത്യാവശ്യമായിട്ട് വരും. എന്തുവരും? ഓക്സിജൻ സപ്ലൈ അത്യാവശ്യമായിട്ട് വരും. ഓക്സിജൻ സപ്ലൈ അത്യാവശ്യമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? RBC പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ആർ ബി സിയുടെ എണ്ണം എന്ത് പറ്റും? കൂടും. ആർ ബി സിയുടെ എണ്ണം എന്ത് പറ്റും? കൂടും. പൾസ് ബീറ്റ് ഈസ് മെഷേർഡ് ഫ്രം SSCMGS 2017. ഓക്കെ, ഇതാണ് ആർട്ടറിയാണ്, വെയിൻ അല്ല, ആർട്ടറി. എ wound stop bleeding due to the process of clot formation is called SSC-CPR 2019. ഈ ബ്ലഡ് ക്ലോട്ടിങ്ങും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഏതിൽ പഠിച്ചായിരുന്നു? ബ്ലഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചായിരുന്നു അല്ലേ? ബ്ലഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചായിരുന്നു. അപ്പോഴത്തേക്കും ആൻസർ എന്താ വരുന്നത്? കൊയാഗുലേഷൻ. എന്താണ് വരുന്നത്? കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ. Which of the following gases reduce oxygen carrying capacity of blood? ഇത് നമ്മൾ ആക്ച്വലി ബ്ലഡ് എന്ന് പറയുന്ന ഇതെടുത്തപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SSCCG 2019. ഏതാണ്? ഈ പറയുന്ന ഹീമോഗ്ലോബിനോട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ളത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനേക്കാളും കൂടുതലാണ്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? കാർബൺ മോണോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? SSCG 2018 ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് ഹീമോഗ്ലോബിൻ ഹാസ് മാക്സിമം അഫിനിറ്റി? ഏതിനോടാ? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്ലോസ് ഔട്ട് ഹേർട്ട് ത്രൂ ഡാഷ്. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോസ് ഔട്ട്, ഹൃദയത്തിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നു. ഏതാണ്? അയോട്ട. അയോട്ട. ഓക്കെ, LMV ഓർക്കുന്നില്ലേ? അയോട്ട. The term systolic and diastolic are used in the context of SSC-CHS 2019. ഫൈൻഡിങ് ബ്ലഡ് വെസൽ അല്ല. ഡിറ്റക്ടിങ് പ്രോബ്ലംസ് ഓഫ് ഐ ഇതിന് എവിടെ കയറി വന്ന? മെഷറിങ് ബ്ലഡ് പ്രഷർ. ഓക്കെ, അതാണ് വരുന്നത്. കോൺട്രാക്ഷൻ ഓഫ് ഹേർട്ട് ഈസ് ഓൾസോ നോൺ ആസ് SSC-CHS 2017. കോൺട്രാക്ഷൻ നമ്മൾ എന്താ പറഞ്ഞ? സിസ്റ്റളി. അരിസ്റ്റോട്ടിലോ? ഓപ്ഷൻ വൃത്തിയായിട്ട് ഓപ്ഷൻ ആയിരുന്നല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ? SSC-CHS 2017 ക്വസ്റ്റ്യൻ ആണ്. യൂട്ടിലൈസേഷൻ ഓഫ് എനർജി, പ്രിവെൻഷൻ ഓഫ് അനീമിയ, ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ, ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ. ഏതാ വരുന്നത്? ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ. ദ ലാർജസ്റ്റ് ആർട്ടറി ഇൻ ഹ്യൂമൻ ബോഡി? SSC-CGL 2014 ക്വസ്റ്റ്യൻ ആണ്. ലാർജസ്റ്റ് ആർട്ടറി ഏതാണ്? അയോട്ട. അയോട്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരി ബ്ലഡ് ഫ്രം all part of the body back to heart? All part of the body back to heart. SSCGE 2018. Okay. Which following carry blood from all part of the body back to heart? എല്ലാ ബോഡി പാർട്ടിൽ നിന്നും ഹേർട്ടിലോട്ട്. ഓക്കെ, ബ്ലഡ് ഫ്രം ഓൾ പാർട്ട് ഓഫ് ദ ബോഡി ബാക്ക് ടു ഹേർട്ട്. ഏതാ വരുന്ന? വെയിനുകളാണ് വരുന്നത്. വെയിനുകൾ. വാട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ നോർമൽ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ഓഫ് ഹ്യൂമൻ ബീങ്? എത്ര വരുന്നത്? SSCGE 2020. ഏതാ വരുന്നത്? 120, 80. 120, 80. The blood vessel that carry blood from heart to various body part. SSCCP 2019. ഏതാ വരുന്നത്? ആർട്ടറീസ്. വെയിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ കുറേ ക്വസ്റ്റ്യനിൽ ക്യാപ്പിലറീസ് എന്നുണ്ട്. ക്യാപ്പിലറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത് നോക്കാം. ഇവിടെ ഇത് കണ്ടോ? ഇവിടെ ആർട്ടറികളും വെയിനുകളും തമ്മിൽ ജോയിൻ ആയി ഇരിക്കുന്ന കണ്ടോ?
ഈ ആർട്ടറിയും വെയിനും ജോയിൻ ആയിരിക്കുന്ന ഈ സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇങ്ങനെ ആർട്ടറീസും വെയിനും ജോയിൻ ആയിരിക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇ സി ജി. ഇ സി ജി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ ആരെങ്കിലും ചാകാൻ കിടക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സാധനം കാണിക്കും. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നതായിട്ട് കാണിക്കും. ഓക്കെ, ഇതെന്താണ്? ഇ സി ജി ആണ്. ഇ സി ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, then നിങ്ങൾ വേറൊരു സാധനം കേട്ടിട്ടുണ്ടാവും, ഇ ഇ ജി. ഇ ഇ ജി, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഓക്കെ, അതെന്തിൻ്റെ? ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. Which of the following common condition that develops when sticky substance called plaque build up inside your arteries, making them hard and narrow? SSC JE 2023. ഈ ഒരു കണ്ടീഷൻ എന്താ പേര് പറയുന്നത്? ആർത്രോസ്ക്ലീറോസിസ്. എന്താ പറയുന്നത്? ആർത്രോസ്ക്ലീറോസിസ്. എസ് എ നോഡ് അല്ലെങ്കിൽ സിനോ ഏട്രിയൽ നോഡ്. സിനോ ഏട്രിയൽ നോഡിനെയാണ് പേസ് മേക്കർ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. സിനോ ഏട്രിയൽ നോഡിന് എന്ത് പേരിലും അറിയപ്പെടാറുണ്ട്? പേസ് മേക്കർ. പേസ് മേക്കർ എവിടെ വെക്കുന്ന? ഹേർട്ട്. സോ SSC JE 2020. ഓക്കെ, പേസ് മേക്കർ നമ്മൾ മറ്റേ എസ് എ നോഡ് ആണ് ഈ പറയുന്ന പേസ് മേക്കർ എന്ന പേരിലും അറിയപ്പെടുന്നതെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മറ്റേ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, യൂസ്ഫുൾ ആണെന്ന് നോക്കി തോന്നിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളവരിലോട്ട് എത്തിക്കുക. ആരും പുറകായി പോകരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ വൺ ലെഫ്റ്റ് ബിഹൈൻഡ്. അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ നമുക്ക് എല്ലാവരെയും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.